നമസ്കാരം. ഇപ്പൊ ഇതാണ് ട്രെൻഡ്. സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും അതേപോലെ തന്നെ പ്രൊഫൈൽ പിക്കും എല്ലാം ഇതന്നെ. 2 ദിവസമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു കാർട്ടൂൺ തന്നെയാണ്. നമ്മൾ 1-2 ദിവസമായി ഇതിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ആദ്യം ടൂൺ ആപ്പിൽ കയറി അവിടെ നിന്നൊരു തല മാത്രം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് പിക്സാർട്ടിൽ പോയിട്ട് അതിന്റെ സൈഡ് കട്ട് ചെയ്ത് വെച്ച് ഒരു ഇമേജ് നമുക്കറിയാം ഗൂഗിൾ ഡ്രൈവിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. പലരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് ചെയ്തു തരുമോ, ഒരു ഹെൽപ്പ് തരുമോ എന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ആരെയും ഹെൽപ്പ് ഇല്ലാതെ സിമ്പിളായിട്ട് ഇതാ ഈ കാണുന്ന പോലെ ഈ ഒരു കാരിക്കേച്ചർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരൊറ്റ ആപ്പ് മതി, 2 ആപ്പ് വേണ്ട. ഇതുവരെ 2 ആപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ ആപ്പിൽ ചെയ്ത ഒരു പ്രോഗ്രാമാണ്, ഒരു ഇമേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഐക്കൺ, ആപ്പിന്റെ ഒരു ഐക്കൺ ഉണ്ടാകും. അത് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഇത് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നു സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് TuneMe.com ആപ്പ് എന്നടിക്കുക. TuneMe ആപ്പ് കേട്ടോ. നേരത്തെ പറഞ്ഞ ടൂൺ ആപ്പ് വേറെ താഴത്തുണ്ട്, അത് അവിടെ കാണിക്കുന്നുണ്ട്. TuneMe ആപ്പ് എന്നുള്ള ഈ ഒരു ഐക്കണിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. 14.64 MB ആണ് അതുള്ളത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാം. TuneMe എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇൻ്റർഫേസ് കാണാം. ലോഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. നേരത്തെ മറ്റേ ആപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതും പെയ്ഡ് ആപ്പാണ്. ഇതിൻ്റെ പ്രോ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഈ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഇവിടെ ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടോപ്പ് എന്നുള്ളതിൽ ഈ കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. 2 പെർമിഷൻ ഉണ്ട്. പെർമിഷൻസ് അലോ ചെയ്യുക. എന്നിട്ട് നമ്മളെ ഗാലറി തുറക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഇമേജ്, ഞാൻ എൻ്റെ ഒരു ഇമേജ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഈ ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പരസ്യം ഉണ്ടാവും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഇവിടെ മുകളിൽ പ്രോസസ്സിംഗ് എന്ന് കാണുന്നുണ്ടായിരിക്കും. 1 2 of 1 എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് അവർ 1 2 3 4 5 6 7 ടൈപ്പ് നമ്മുടെ കാരിക്കേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റ് ആയത് എന്താണോ അത് നമ്മൾ സെലക്ട് ചെയ്യാൻ ഏറ്റവും താഴെയുള്ള ഇതൊന്ന് സെലക്ട് ചെയ്തു. വീണ്ടും ഇവിടെ പ്രോസസ്സിംഗ് കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ഇവിടെ പരസ്യം കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് ഫ്രീ ആപ്പാണ്. ഫ്രീ ആപ്പല്ല, പെയ്ഡ് ആപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യം കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാം. ഇപ്പം നമ്മുടെ പിക്സാർട്ടിലും ടൂൺ ആപ്പിലും ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോസസ്സ്, 2 പ്രോസസ്സും കൂടി ഒരുമിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ആരോടും സഹായം ചോദിക്കേണ്ട, ചെയ്തു തരുമെന്ന് പലരോടും ചോദിക്കാൻ നിൽക്കണ്ട. പലരും ചെയ്തു തരുമെന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് മോഡൽ, ഒരു 9 മോഡൽ കൊടുത്തിട്ടുണ്ട്. ബോയ്സിനുള്ളതും ഗേൾസിനുള്ളതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റ് ആയത് ഏതാണോ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഈ കാണുന്ന ഇത് സെലക്ട് ചെയ്തു. വീണ്ടും പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. 2 of 2 പ്രോസസ്സിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ മുകളിൽ ഓൾമോസ്റ്റ് ഡൺ എന്ന് കാണിച്ചു. ഇതാ നമ്മുടെ പ്രോസസ്സ് അവസാനിച്ചു. കാണുന്നുണ്ടോ? ഇനി നമ്മുടെ ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കി എന്തെങ്കിലും മാറ്റം എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്താൽ മതി, വേണ്ട രീതി സെലക്ട് ചെയ്യാം. ഞാനൊന്നും ചെയ്യുന്നില്ല, ഏകദേശം ഓക്കെയാണ്. ബാക്ക് അടിച്ചു. ഇതാണ് എൻ്റെ റിസൾട്ട്. ഇത് ഷെയർ ചെയ്യാം. ഒരു നേരത്തെ പറഞ്ഞ മറ്റേ ആപ്പ് പോലെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. കാരണം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കനോട്ട് ക്യാപ്ചർ സ്ക്രീൻഷോട്ട് ദ പേജ് കണ്ടെയ്ൻ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വാട്ടർമാർക്ക് വരാനുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലസ് ബട്ടൺ കൊടുത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടി ഇവിടെ TuneMe.com എന്നുള്ള ഇവരുടെ ഒരു സിമ്പിൾ വരും. ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഇത് മറച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ലോഗോ വെച്ച് എന്തെങ്കിലും സ്മൈലീസ് വെച്ച് മറച്ചാൽ മതി. കുറച്ചും കൂടി എഫക്റ്റുകൾ ഇതിലുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് പ്ലസ് എന്ന് കൊടുത്താൽ ഇവിടെ അനിമേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജിന് കുറച്ച് അനിമേഷൻസ് നമ്മൾ കൊടുക്കാം. മുകളിൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിമേഷൻ നമുക്ക് എന്താണോ ഇതിൻ്റെ അനിമേഷൻ ഒന്ന് കാണാൻ പറ്റും. കണ്ടോ, ഒരു വായ തുറന്ന പോലെയുള്ള ഒരു രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും.
ഇതൊരു ചെറിയ അനിമേഷനാണ്. ഇതേപോലെ ഈ കാണുന്ന അനിമേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രോ എന്നുള്ളൊരു വേർഷനുള്ള അനിമേഷൻ നമുക്ക് ലഭിക്കില്ല. മറ്റുള്ള അനിമേഷൻസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നന്നൊന്ന് കൊടുക്കുന്നു. ഇനി നമുക്കിത് ഇവിടെയുള്ള ഷെയർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ആവശ്യമുള്ള ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്കോ ഈ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യണമെന്ന്. ഷെയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു വാട്ടർമാർക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു വാട്ടർമാർക്ക് നമുക്ക് മറികടക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.